നമസ്കാരം സർ. എമ്പുരാൻ സിനിമ വീണ്ടും റീ എഡിറ്റ് ചെയ്യപ്പെടുന്നു. റീ എഡിറ്റ് ചെയ്യപ്പെടുന്ന സിനിമ റീസെൻസറിങ്ങിന് വിധേയമാകാൻ ഒരുങ്ങുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഒപ്പം എമ്പുരാൻ സിനിമയുടെ ഒരു കളക്ഷൻ ആഗോളതലത്തിൽ 48 മണിക്കൂറിനുള്ളിൽ 100 കോടി നേടി എന്ന ഒരു കണക്ക്. ഇതിലൊക്കെ എത്രത്തോളം ഒരു സത്യാവസ്ഥയുണ്ട്, അല്ലെങ്കിൽ ഈ രണ്ട് വിഷയങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. താങ്കളുടെ വിശകലനങ്ങൾ എന്തൊക്കെയാണ്? എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഇപ്പം ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ അതുപോലെ ലോകത്തിലെ ഹോളിവുഡ് സിനിമകളുടെ സമമായിട്ട് നിൽക്കുന്ന സിനിമ എന്നുള്ള രീതിയിൽ വേൾഡ് വൈഡ് റിലീസ് എന്നുള്ള രീതിയിൽ വളരെ വലിയ രീതിയിൽ മാധ്യമങ്ങൾ ഏറ്റെടുത്തിരുന്ന സിനിമ, റിലീസിന് മുമ്പ് ഏറ്റെടുത്തിരുന്നു. റിലീസിന് ശേഷം ഈ സിനിമ ഇതുപോലെ വിവാദമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാ രീതിയിലും എമ്പുരാൻ ഇപ്പം സമൂഹത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന സിനിമ തന്നെയാണ്. അല്ലെങ്കിൽ അതിനകത്ത് പരസ്യത്തിന്റെ കാര്യമൊന്നുമില്ല. ഒരിടത്ത് നമ്മളതിന്റെ പരസ്യം ഞാൻ പത്രത്തിലൊന്നും കണ്ടില്ല. പരസ്യം ഇപ്പം ആൾക്കാർ ഏറ്റെടുത്തിരിക്കുന്ന ഒരവസ്ഥ, മാധ്യമങ്ങൾ തന്നെ ഏറ്റെടുത്തിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യം. അപ്പൊ ഇതിനകത്ത് ഈ പടത്തിനകത്തെ ഒളിച്ചു കടത്തൽ ചർച്ചയാകുമ്പോൾ ഈ പടത്തിന്റെ കളക്ഷനകത്തും ആ രീതിയിലേക്കുള്ള ഒരു ഒളിച്ചു കടത്തൽ ആദ്യം തൊട്ടേ തുടങ്ങിയിട്ടുണ്ട്. 48 മണിക്കൂറിനകത്ത് ഈ പറയുന്നത് പോലെ 100 കോടി ക്ലബിനകത്ത് എമ്പുരാൻ വന്നു. അത് ലോകത്ത് തന്നെ ഏറ്റവും വലിയ, അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ റെക്കോർഡാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇത് ചർച്ച ചെയ്യുന്നുണ്ട്. ഈ പ്രീ ബുക്കിംഗ് നമ്മൾ കണ്ടതാണ്. പ്രീ ബുക്കിംഗ് എന്ന് പറയുമ്പോൾ 50 കോടി രൂപയിൽ പുറത്ത് പ്രീ ബുക്കിംഗ് നടന്നു എന്ന് പറഞ്ഞുകൊണ്ടു വന്നു. 50 കോടി രൂപയിൽ പുറത്ത് പ്രീ ബുക്കിംഗ് നടന്നിട്ടുണ്ടെങ്കിൽ ആ പ്രീ ബുക്കിംഗ് നടന്നിട്ടുള്ള ആൾക്കാർ ഈ സിനിമ കണ്ടിട്ട് അടുത്തൊരവസ്ഥയിലേക്ക് വീണ്ടും അങ്ങനെ തന്നെ ബുക്ക് ചെയ്ത് വരുവാണെങ്കിൽ തന്നെ നമുക്ക് അതിനെപ്പറ്റി പരിശോധിക്കുമ്പോൾ സംശയം വരുന്ന ഒരവസ്ഥയുണ്ട്. സംശയം വരും. കാരണം അവര് സിനിമ കാണണ്ടേ. 48 മണിക്കൂറിനകത്ത് എങ്ങനെയാണ് തിയേറ്ററിൽ ഇത്രയും ഫണ്ട് വരാൻ പറ്റുന്നത്? 729 തിയേറ്റർ കണ്ടാണ് ഇവിടെ റിലീസ് ചെയ്യുന്നത്. ആ തിയേറ്ററിൽ ഉൾപ്പെടെ ഇവിടുത്തെ തിയേറ്റർ ഉടമകളും അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സും ഒക്കെ പറയുന്നത് ആ തിയേറ്ററിൽ 4 ഷോ വെച്ച് ഫുള്ളായിട്ട് ഓടിപ്പോയാൽ തന്നെ ഒരു ദിവസം കിട്ടാൻ സാധ്യതയുള്ള കളക്ഷൻ എന്ന് പറയുമ്പോൾ അത് 18 കോടി എങ്ങാണ്ടേ വരത്തുള്ളൂ. ഈ 18 കോടിക്കകത്ത് വന്നു കഴിഞ്ഞാൽ തന്നെ 2 ദിവസം കൊണ്ട് തിയേറ്ററിൽ നിന്ന് വരുന്നത് എത്ര? 2 ദിവസം കൊണ്ട് തിയേറ്ററിൽ നിന്ന് വരുന്നത് ഫുൾ കളക്ഷനാണ്. ഇതിനകത്ത് പ്രൊഡ്യൂസർക്ക് കിട്ടുന്നത് എത്ര? ഏതാണ്ട് പ്രൊഡ്യൂസർക്ക് കിട്ടുന്നത് പറഞ്ഞാൽ ടാക്സ് എല്ലാം കഴിഞ്ഞ് 40% ഇതിനകത്ത് തിയേറ്റർ ടാക്സ് ഉണ്ട്. തിയേറ്ററുകാർക്ക് ഷെയർ ഉണ്ട്. 60% ടാക്സ് ഉണ്ട്. ബാക്കി വരുന്ന തുകയാണ് കിട്ടുന്നത്. ഏതാണ്ട് 10-14 കോടി രൂപ നമ്മൾ പരിശോധിക്കുമ്പോൾ വരുന്നുള്ളൂ. 12-14 കോടി രൂപയ്ക്കകത്തേ പ്രൊഡ്യൂസർക്ക് വരത്തുള്ളൂ. അപ്പം അതിനകത്ത് ഫുള്ളായിട്ട് നോക്കിയാൽ തന്നെ എത്ര വരും? തിയേറ്ററിനകത്ത് നിന്ന് ഈ 2 ദിവസം കൊണ്ട് ഈ പറയുന്ന കേരളത്തിൽ നിന്ന് അകത്തു നിന്ന് വരുമാനം എത്ര ഉണ്ട്? അല്ലെങ്കിൽ എത്ര വരുന്നുണ്ട്? മാത്രവുമല്ല, വേൾഡ് വൈഡ് ആണെങ്കിൽ തന്നെ അമേരിക്കയിൽ ഓടുന്നുണ്ട്, അല്ലെങ്കിൽ ലോകത്ത് മൊത്തം ഓടുന്നുണ്ട്. ഈ ബാംഗ്ലൂരിൽ 10-18 പ്രദർശനങ്ങൾ നടന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് മൊത്തം കൂടെ പരിശോധിച്ചാലും 48 മണിക്കൂറിനകത്ത് തിയേറ്റർ വരുമാനം ഒരു കാരണവശാലും എമ്പുരാന് വന്നിട്ടില്ല. 100 കോടിക്ക് അപ്പുറമൊക്കെ എമ്പുരാൻ ഇപ്പം വരുമാനം വന്നിട്ടുണ്ടാവും. അത് 48 മണിക്കൂർ കൊണ്ട് വന്നാൽ വരത്തില്ലെന്നാണ്. മാത്രമല്ല, ഇന്നലെ പ്രൊഡ്യൂസർമാരും അല്ലെങ്കിൽ തിയേറ്റർ ഉടമകളും ഒക്കെ പറയുന്ന വേറൊരു വാദമുണ്ട്. ഒരു കാരണവശാലും ഈ സിനിമ 100 കോടി ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും കൃത്യമായിട്ടും ഇതേ ആദ്യത്തെ ദിവസത്തിലെ ഹൈപ്പിൽ ഓടിയാൽ പോലും തിയേറ്ററിൽ നിന്ന് കളക്ഷൻ ചെയ്ത് വരുന്ന രൂപ എന്ന് പറയുന്നത് ഒരു കാരണവശാലും 100 കോടിക്ക് അപ്പുറം പോകത്തില്ല. അതിനകത്ത് പിന്നെ സാറ്റലൈറ്റ് റൈറ്റ് അല്ലെങ്കിൽ മറ്റ് റൈറ്റുകളും വളരെ രീതിയിലും വേറെ വരുമാനങ്ങളൊക്കെ വരാനുണ്ട്. ഞാൻ അതല്ല പറഞ്ഞത്. തിയേറ്ററിൽ നിന്നുള്ള കളക്ഷൻ 100 കോടിക്ക് അപ്പുറം വരത്തില്ല. ഇവര് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഏതാണ്ട് 250 കോടി രൂപ ഈ പടത്തിന് മുടക്കമുണ്ടെന്ന് പറയുമ്പോൾ ഈ പടം ഇപ്പോൾ തന്നെ വീണിരിക്കുന്നു എന്ന് വേണം പറയാൻ. പിന്നെ എന്തിനാണ് എമ്പുരാൻ കളക്ട് ചെയ്യുന്നു? 48 മണിക്കൂർ കൊണ്ട് 100 കോടിയിലെത്തിയിരിക്കുന്നു. അതേ രീതിയിൽ പടം ഓടിക്കൊണ്ടിരിക്കുന്നു. പല തിയേറ്ററുകളിൽ നിന്നും ഇപ്പൊ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഹൗസ്ഫുൾ, തിരക്കുള്ള പടം. അല്ലെങ്കിൽ നമ്മൾ കണ്ട നേരത്തെ പുലിമുരുകൻ എന്ന് പറയുന്ന പടം ഉണ്ടായിരുന്നു. ഫ്രണ്ടി വരെ ആള് നിൽക്കുക, ബാക്കിലെ ടിക്കറ്റ് എടുത്തുകൊണ്ട് ഫ്രണ്ടി വരെ ആള് നിൽക്കുക. ആ പടം അന്ന് സമരം വന്ന് പടം തിയേറ്റർ ഉടമകൾ പടം പ്രദർശിപ്പിക്കുന്നില്ല കണ്ട് തിരിച്ചു കയറ്റേണ്ടി വന്ന ഒരു പടം. ആ പടം തുടക്കത്തിലല്ല എന്നും ഹൗസ്ഫുൾ ആയിരുന്നു. അല്ലെങ്കിൽ തിയേറ്റർമാര് പടം പ്രദർശിപ്പിക്കുന്നില്ല എന്ന് സമരത്തിന് വേണ്ടി പടത്തെ പിൻവലിപ്പിച്ചപ്പോൾ വരെ ഓടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ തിരുവനന്തപുരത്തു നിന്ന് വരുന്ന പലയിടത്തു നിന്ന് വരുന്ന റിപ്പോർട്ട് അങ്ങനെയാണല്ലോ.
പടം ഫുൾ ഹൗസ്ഫുൾ ആണെന്ന് പറയുമ്പോഴും പടത്തിന്റെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ തിയേറ്ററിൽ ആളില്ല, അല്ലെങ്കിൽ പടം ടിക്കറ്റ് എടുത്തിട്ടുള്ളവർ ആ സമയത്തിന് കാണാൻ വരാത്തൊരവസ്ഥ. അതായത് ഈ പടത്തിനകത്ത് ഇപ്പൊ വരുന്ന ആക്ഷേപം എമ്പുരാന്റെ ഒളിച്ചു കടത്തൽ വളരെ കൃത്യമായിട്ട് ആ എമ്പുരാനകത്തെ കഥ പറയുമ്പോൾ അതിനകത്ത് പ്രധാന പറയുന്ന നേതാക്കന്മാരെയും അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെയും അമിത്ഷായെയും ED-യെയും NIA-യും CBI-യും ഒക്കെ വളരെ വ്യക്തമായിട്ട് മോശപ്പെടുത്തുന്ന രീതിയിലേക്ക് അവരുടെ വസ്ത്രധാരണം ഇപ്പം ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ തോന്നിപ്പിക്കുന്ന രീതിയിൽ ആകുന്നു. അതിനകത്ത് രക്ഷകരായിട്ട് വരുന്നവർ കോൺഗ്രസ്സുകാരുടെ വസ്ത്രധാരണത്തോട് തോന്നും, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന കലാപങ്ങൾ ഉണ്ടാക്കുന്നതിന് ഇതിനകത്ത് RSS ഉൾപ്പെടെ ഉള്ളവരെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ കലാപം ഉണ്ടാക്കുന്ന ആൾക്കാരുടെ വേഷവിധാനം. അപ്പൊ എല്ലാ രീതിയിലും ഈ സിനിമ എന്ന് പറയുന്ന സിനിമ പരിശോധിക്കുമ്പോൾ ഇതിനകത്തെ പ്രധാനമന്ത്രിയോട് തോന്നിപ്പിക്കുന്ന വേഷം, അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയോട് തോന്നിപ്പിക്കുന്ന വേഷം, സിസ്റ്റത്തിനെ മൊത്തം കുറ്റം പറയുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഇതിനകത്ത് മൊത്തം കലാപം ഉണ്ടാക്കുന്നതിന് പ്രത്യേക ഒരു ഓർഗനൈസേഷൻ, അത് RSS എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ, സ്ത്രീ വിരുദ്ധത, അത് സ്ത്രീയെ മാനഭംഗപ്പെടുത്തുന്ന രംഗം, ഭ്രൂണം കുത്തിയെടുക്കുന്ന രംഗം, ഗുജറാത്തിലല്ല ഇന്ത്യയിൽ പോലും നടന്നിട്ടില്ലാത്ത ഒരു രംഗമാണ് ഈ ഭ്രൂണം കുത്തിയെടുത്തിട്ടുള്ള അന്ന് വിവാദമായിട്ടുള്ള രംഗം. അത് ഇന്ത്യക്ക് വെളിയിൽ ലോകത്ത് ഏത് രാജ്യത്താണെന്ന് അറിയത്തില്ല, ആ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്ത സംഭവമാണ്. ഗുജറാത്ത് കലാപവുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് നടത്തിക്കൊണ്ടിരുന്നതും അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞിടത്താണ് ഈ പറയുന്ന പൃഥ്വിരാജ് തന്റെ സിനിമയിൽ ഈ പറയുന്ന ഗുജറാത്ത് കലാപം കാണിക്കുമ്പോൾ അതിനകത്ത് ഈ പറയുന്ന ഏറ്റവും വലിയ വയലൻസ്, അല്ലെങ്കിൽ വീണ്ടും ചർച്ചയാകുന്ന സാധാരണക്കാരനിടയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഗർഭിണിയായ സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്നതും ആ സ്ത്രീയുടെ വയറ്റിൽ നിന്ന് ശൂലം ഉപയോഗിച്ച്, ആയുധത്തിന് വളരെ പ്രത്യേകതയുണ്ട്. ശൂലം എന്ന് പറയുമ്പോൾ ഹിന്ദുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധമാണ്. അല്ലെങ്കിൽ ശിവൻ, ഭദ്രകാളി എന്നിവയുടെ പ്രധാനപ്പെട്ട ആയുധമാണ്. ആ ആയുധത്തിന് വളരെ അതിന്റെ 3 മൂർച്ചയേറിയ ഭാഗങ്ങളുണ്ട്. അതിന് വരെ അർത്ഥമുണ്ട്. അത് നെഗറ്റീവ് അർത്ഥമല്ല, പോസിറ്റീവ് ആണ്. ആ സമയത്താണ് അതുപയോഗിച്ച് ഇത്രയും നീചമായിട്ടുള്ള ഒരു പ്രവൃത്തി അവിടെ നടന്നു എന്ന് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ അദ്ദേഹം കൊണ്ടുവന്നത്. ഒരുപക്ഷെ ഇതിന്റെ ആദ്യത്തെ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ആളിനെ പറ്റി വിവാദം വരുന്നുണ്ട്. അയാൾ ബ്രിട്ടനിൽ താമസിക്കുന്ന ആളാണ്. ആഗോളതലത്തിൽ ബിസിനസ് ചെയ്യുന്ന ബ്രിട്ടീഷുകാരനായിട്ടുള്ള ആൾ, അല്ലെങ്കിൽ ശ്രീലങ്കക്കാരനായിട്ടുള്ള അദ്ദേഹം ഇപ്പൊ താമസിക്കുന്ന ബ്രിട്ടീഷ് പൗരനാണ്. അയാൾ ഭയന്ന് പിന്മാറി എന്നത് പോലും ആണോ എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം BBC ഉൾപ്പെടെ ഉള്ളവർക്ക് ഇന്ത്യയിൽ നിന്ന് പോകേണ്ടി വന്നത് ഈ പറയുന്ന ഏറ്റവും അവസാനത്തെ അവരുടെ ഈ ഗുജറാത്ത് കലാപത്തിന്റെ പുനരാവിഷ്കരണമാണ്. അപ്പോൾ ഈ സിനിമ എടുക്കുന്നതിന് വേണ്ടി BBC-ക്ക് പങ്കുള്ള ആളാണോ ഇതിനകത്ത് പങ്കാളിയായ ബിസിനസ്സുകാരൻ, അല്ലെങ്കിൽ ഈ പറയുന്ന ബ്രിട്ടനിലുള്ള ബിസിനസ്സുകാരൻ എന്നൊക്കെയുള്ള രീതിയിലേക്ക് ചർച്ച വരുന്നത്. പിന്നെ അദ്ദേഹത്തിന് കുഴപ്പമെന്ന് കണ്ട് പിന്മാറിയതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കും. ഇതൊക്കെ നമ്മളുടെ ഒരു ആശങ്കയാണ്. അപ്പം ഈ സിനിമയുടെ പുറകിൽ ഒരു അജണ്ട, ഒരു വെൽ പ്ലാൻഡ് അജണ്ട. അതുകൊണ്ടാണ് മോഹൻലാലിനെ അറിയാതെ, അല്ലെങ്കിൽ മുരളി ഗോപി അറിയാതെ, പ്രധാനപ്പെട്ട ആരും അറിയാതെ, പ്രീവ്യൂ കാണിക്കാതെ, ഇതിന്റെ പ്രധാന അജണ്ട എന്താണെന്ന് വെളിവാക്കാതെ വളരെ കൃത്യമായിട്ട് ഇന്ത്യയിൽ, അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധത പ്രചരിപ്പിക്കുന്ന ഒരു സിനിമ, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഭരണത്തിൽ ഇരിക്കുന്നവർ ഇതിന് യോഗ്യമല്ല എന്ന് പ്രചരിപ്പിക്കുന്ന ഒരു സിനിമ, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഭരണത്തിൽ ഇപ്പൊ ഇരിക്കുന്ന പാർട്ടി ഒരുപക്ഷെ കേരളത്തിൽ അധികാരത്തിൽ വരുന്നതിന് വേണ്ടി മുല്ലപ്പെരിയാർ ഡാം ബോംബ് വെച്ച് പൊട്ടിച്ച് അവർക്ക് സാധ്യതയില്ലാത്ത 2 ജില്ലകൾ പോലും ഇല്ലാതാക്കുന്നത് പോലെ മനുഷ്യനെ ഭയപ്പെടുത്തുന്ന ഭീകര അന്തരീക്ഷമുള്ള ഒരു സിനിമ. അപ്പൊ ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം ഇതിനകം പ്രൊഡ്യൂസ് ചെയ്ത ആൾക്കാർ, അഭിനയിച്ചവർ, തിരക്കഥാകൃത്ത്, ഇതിന്റെ പുറകിൽ നിൽക്കുന്നു കേന്ദ്ര ഗവൺമെന്റ്, അല്ലെങ്കിൽ പുറകിൽ വരും, ഇതാരാണ്, ഇതിന്റെ ഫണ്ട് എവിടുന്നാണ്, എന്തിനിങ്ങനെ ചെയ്തു എന്ന അന്വേഷണം വരുമെന്ന് കണ്ടുകൊണ്ട് ആ സിനിമയുടെ പ്രൊഡ്യൂസർമാർ ഉൾപ്പെടെ ഞങ്ങൾ ഈ സിനിമ സെൻസർ ചെയ്തു കൊള്ളാം, ഞങ്ങൾ ഈ സിനിമയുടെ പ്രധാനപ്പെട്ട 17 ഭാഗങ്ങൾ സെൻസർ ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞ് കരഞ്ഞ് കാല് പിടിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുന്നത്. ജോർദാനിൽ ഷൂട്ടിങ്ങിന് പോയപ്പോൾ, ആടുജീവിതത്തിന്റെ ഷൂട്ടിങ്ങിന് പോയപ്പോൾ അവിടെ ഇദ്ദേഹം ആരാണ്ടൊക്കെയോ കൂടി, അല്ലെങ്കിൽ ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ നേതാക്കന്മാരുമായിട്ട് രഹസ്യമായി സംവാദം നടത്തിയെന്ന് ഈ പറയുന്ന യുവമോർച്ച നേതാവ് ഏതോ ഒരു മനോജ് ആണെന്ന് പരാതി കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ പുറകിൽ വളരെ കൂടുതലായിട്ടുള്ള പരാതികൾ വരുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ സമ്പത്ത്
ഇദ്ദേഹത്തിന് മമ്മൂട്ടിക്കില്ലാത്ത രീതിയിൽ കാറുകളും അല്ലെങ്കിൽ വസ്തുക്കളും അനധികൃതമായിട്ടുള്ള അല്ലെങ്കിൽ പണം ഒക്കെ പല പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും ഇവിടുത്തെ ശതകോടീശ്വരന്മാർക്കില്ലാത്ത ഫ്ലാറ്റുകളും അത്തരത്തിൽ സംശയങ്ങളും ഒക്കെ അതിനെപ്പറ്റി അന്വേഷണം വരണമെന്ന് പറയുന്നുണ്ട്. ആടുജീവിതം എന്ന് പറയുന്ന സിനിമ ഇതുപോലെ വലിയ ഹൈപ്പിൽ കോടികൾ വാരിക്കൊണ്ടിരിക്കുകയാണ്, വലിയ ലാഭമാണെന്ന് പറഞ്ഞപ്പോൾ അവസാനം ബ്ലെസിയാവെന്ന് പറഞ്ഞത് അയ്യോ ഈ സിനിമയ്ക്കകത്ത് മുടക്കുമുതൽ പോലും കിട്ടിയില്ലെന്ന്. അപ്പം അതേ രീതിയിലേക്ക് ഈ സിനിമ വീണു, വെട്ടുകൊണ്ട് വീണു, അല്ലെങ്കിൽ ഇപ്പോൾ കരഞ്ഞു കാല് പിടിക്കുന്നു, ഞങ്ങൾ വീണത് പോട്ടെ, ഞങ്ങളെ ഉപദ്രവിക്കരുത്, തെറ്റ് പറ്റിയതാണെന്നുള്ള രീതിയിൽ മോഹൻലാലും അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ടവരും ഈ പറയുന്ന കേന്ദ്ര ഗവൺമെന്റുമായിട്ടും അല്ലെങ്കിൽ RSS നേതാക്കന്മാരുമായിട്ടും ഒക്കെ ബന്ധപ്പെടുന്നതായിട്ടാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത്. മോഹൻലാൽ പറയുന്നു എന്നെ ചതിച്ചതാണ്. അദ്ദേഹം സിനിമ കണ്ടിറങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ മുഖം കണ്ടാൽ മനസ്സിലാവും, അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ കൂടി മനസ്സിലാവും, നേരത്തെ ഇത് കണ്ടില്ല എന്ന് മനസ്സിലാവും. ഏതായാലും ഈ സിനിമ ആദ്യം തൊട്ടേ ഒരു അജണ്ടയുടെ ഭാഗമാണ്, ഒളിച്ചു കടത്തലിന്റെ ഭാഗമാണ്. ഇപ്പോൾ ഇതിനകത്ത് വരുന്ന 48 മണിക്കൂർ കൊണ്ട് 100 കോടി എന്ന് പറയുന്നതും ദീർഘമായിട്ട് പരിശോധിക്കുമ്പോൾ അങ്ങനെ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ വിദഗ്ധന്മാർ പറയുമ്പോൾ അങ്ങനെ അത്തരത്തിൽ കളക്ഷൻ വന്നിട്ടില്ല. 100 കോടിക്കോ 150 കോടിക്കോ സിനിമ മൊത്തത്തിൽ ഇപ്പം വിറ്റിട്ടുണ്ടാവും പല മേഖലയിൽ. അപ്പൊ 2 ദിവസം കൊണ്ട് 48 മണിക്കൂർ കൊണ്ട് ഈ സിനിമ അങ്ങനെ വന്നിട്ടില്ല, വിറ്റിട്ടില്ല. ഏതായാലും വളരെ വലിയ ഒരു വലിപ്പത്തിൽ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എമ്പുരാൻ കാത്തിരുന്നു, അല്ലെങ്കിൽ വെളിയിൽ വന്നപ്പോൾ അതൊരു പ്രശ്നമായിട്ട് അല്ലെങ്കിൽ രാജ്യവിരുദ്ധതയായിട്ട് കൃത്യമായിട്ട് രാജ്യദ്രോഹത്തിന്റെ അജണ്ട പാസ്സാക്കുന്നതിന് വേണ്ടി പൃഥ്വിരാജ് കൊണ്ടുവന്ന ഒരു സിനിമയായിട്ടൊക്കെയാണ് ഇപ്പോൾ ചർച്ചയാവുന്നത്. കേന്ദ്ര ഗവൺമെന്റ് ഇടപെടും, പൃഥ്വിരാജ് ഈ സിനിമയ്ക്കകത്ത് കൊണ്ടുവന്ന NIA-യും ED-യും അല്ലെങ്കിൽ പറഞ്ഞ CBI-യും ഒക്കെ ആയിരിക്കത്തില്ല ഈ കേസ് അന്വേഷിക്കാൻ പോകുന്നത്. പൃഥ്വിരാജെ, നിങ്ങൾ ഒളിച്ചു കടത്തുന്ന പണം അല്ലെങ്കിൽ പണം ഒളിച്ചു കടത്താൻ ഈ സിനിമ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പിടിപെടും. നിങ്ങൾ ജോർദാനിൽ പോയി നിങ്ങൾ ഈ പറയുന്ന രാജ്യവിരുദ്ധ ശക്തികളുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി പറയേണ്ടി വരും. ഓരോ കാര്യത്തിനും എണ്ണി എണ്ണി മറുപടി പറയിക്കാൻ ഇന്ത്യയിൽ ജീവിക്കുന്ന പൃഥ്വിരാജിനെ കൊണ്ട് ഇന്ത്യ ഗവൺമെന്റിന് സാധിക്കും. വേൾഡ് വൈഡ് ആയിട്ടുള്ള ലോകം മൊത്തം അംഗീകരിക്കുന്ന അല്ലെങ്കിൽ ഭയത്തോടു കൂടി കാണുന്ന BBC ഉൾപ്പെടെയുള്ളവരെ ഇന്ത്യക്കെതിരെ പറഞ്ഞാൽ മര്യാദ പഠിപ്പിക്കാൻ കഴിയുന്ന ഇന്ത്യ മഹാരാജ്യവും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ ഉള്ളിടത്ത് പൃഥ്വിരാജ് ഇതുപോലൊരു സിനിമ BBC-യെ മറികടന്ന് രാജ്യവിരുദ്ധ ശക്തികളുടെ താല്പര്യത്തിന് വഴങ്ങിയാണ് എടുത്തിട്ടുണ്ടെങ്കിൽ പൃഥ്വിരാജ് സമാധാനം പറയേണ്ടി വരും. പൃഥ്വിരാജ് ഇതിനകത്ത് ഒളിച്ചു കടത്തിയ അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെ പറയുന്ന മോഹൻലാൽ സമാധാനം പറയേണ്ടി വരും. ഇത് പ്രൊഡ്യൂസ് ചെയ്ത ഗോകുലം ഗോപാലൻ സമാധാനം പറയേണ്ടി വരും. ഇതിന്റെ തിരക്കഥാകൃത്ത് സമാധാനം പറയേണ്ടി വരും. ഏതായാലും സമാധാനം പറച്ചിലിന്റെ ഒരു കാലമായിരിക്കും ഇനിയും കാണാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് കാല് പിടിക്കുന്ന അല്ലെങ്കിൽ എമ്പുരാൻ, വിറയ്ക്കുന്ന എമ്പുരാൻ, NIA പ്രതീക്ഷിക്കുന്ന എമ്പുരാൻ, ED-യെ പ്രതീക്ഷിക്കുന്ന എമ്പുരാൻ, CBI അന്വേഷണത്തെ പ്രതീക്ഷിക്കുന്ന എമ്പുരാൻ. ഏതായാലും വെട്ടുകൊണ്ട് വീണു, എമ്പുരാൻ വിറയ്ക്കുന്നു, എമ്പുരാൻ തീർന്നു എന്നാണ് ഒരു സാധാരണ നിരീക്ഷണം എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാവുന്നത്. ഇത് പറയുന്നത് പോലെ ഈ പടം ഈ ഞായറാഴ്ച കഴിഞ്ഞാൽ ഹിന്ദുവിനെതിരെ പറയുന്നതും അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പറയുന്നതും അമിത്ഷായ്ക്കെതിരെ പറയുന്നതും ആയതുകൊണ്ട് മുസ്ലിം സഹോദരങ്ങൾ ഏറ്റെടുത്ത് വിജയിപ്പിച്ചോളും എന്നുള്ള ധാരണയും ഉണ്ടെങ്കിൽ അതിനും സാധ്യത കുറവാണ്. ഒരു തിയേറ്ററിന്റെ മുമ്പിലോ അല്ലെങ്കിൽ ഒരു പ്രദർശനശാലയുടെ മുമ്പിലോ പ്രകടനത്തിനോ കോലം കത്തിക്കുന്നതിനോ തയ്യാറാവാതെ എന്താണ് RSS, എന്താണ് ഈ പറയുന്ന BJP എന്നുള്ളതിനെ പറ്റി ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്. ഇനിയും വരുന്ന ദിവസങ്ങളിൽ പൃഥ്വിരാജും ഇതിന് തയ്യാറായിട്ടുള്ളവരും വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. എമ്പുരാൻ പെടും, പൃഥ്വിരാജും പെടും എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.